പറഞ്ഞേ ഉള്ളൂ. അനാവശ്യമല്ല, ഞാൻ പറയുന്നവിടെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അവിചാരിതമായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് തീർക്കേണ്ടത്, അവിചാരിതം അതുപോലെ തന്നെ എപ്പോഴും പറഞ്ഞാലും ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അവിചാരിതം പണികൊടുക്കാൻ ഞാൻ മിനിസ്റ്ററെ പറ്റിയല്ല പറഞ്ഞു. അങ്ങനെ അത് ഒരു 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 ഒഴിവ് കഴിവായി പറഞ്ഞുകൊണ്ട് കപ്പൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരവസ്ഥ ഈ കാര്യത്തിൽ. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ ഏത് ഗവൺമെൻറ്റുകൾ വന്നാലും ഒരു ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ഇതുപോലുള്ള വലിയ പ്രോജക്റ്റുകൾ പകുതി വഴിയിൽ കിടക്കും. ഇപ്പോഴും മിനിസ്റ്ററുള്ള സമയത്ത് ഈ കാലാവധി കഴിഞ്ഞാലും അടുത്തൊരു ഗവൺമെൻറ് വരുമ്പോഴും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ പകുതി വഴിയിലായിരിക്കും, അല്ലെങ്കിൽ തുടക്കത്തിലായിരിക്കും, അല്ലെങ്കിൽ അവസാനത്തിൽ. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ പദ്ധതി പൂർത്തീകരിക്കാതെ അവിടെ ഇട്ടാൽ അതൊരു ക്രിമിനൽ വേസ്റ്റാണ്. അത് ഈ രാജ്യത്തിൻ്റെ, ഞാൻ പറഞ്ഞോട്ടെ, ഒരു ക്രിമിനൽ വേസ്റ്റാണ്. രാജ്യത്തിൻ്റെ പണം, നമ്മൾ കൊടുക്കുന്ന നികുതി പണം ആർക്കും ഉപകാരമില്ലാതെ കളയുക എന്നുള്ളതാണ് അതുകൊണ്ട് പറ്റുന്നത്. അപ്പോൾ ഓരോ സമയത്തും വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടത്തുമ്പോഴാണ് കാര്യങ്ങൾ ഡിലേ വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന, ഞാൻ മന്ത്രിയാകുമ്പോൾ ഉണ്ടായിരുന്ന അരുൺ ജെറാൾഡ്, അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഈ ഇതിൻ്റെ പണി തുടങ്ങിയത്. ഞാൻ ഇതിനേക്കാൾ മുമ്പ് തുടങ്ങിയതാണ് ചാലക്കുടിയിലെ പദ്ധതി. ഞാനാണ് അതിൻ്റെ തലത്തലിട്ട പരിപാടി. ഇപ്പോഴും അതും ഒന്നും ആവാതെ കിടക്കുക. അതെ, പക്ഷെ അവിടെ ഞാൻ കേട്ടത് അവിടെ അതിൻ്റെ മിനിസ്റ്ററി ഒന്നും വെച്ചിട്ടില്ല, ചോർന്ന് വലിക്കുന്നുണ്ട് എന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാനത് മന്ത്രിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതുപോലെ മിനിസ്റ്ററുടെ ആ വാക്കുകൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ട്. മിനിസ്റ്റർ പറയുന്ന രീതി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. മിനിസ്റ്റർ പറഞ്ഞ അപ്രോച്ച് റോഡ് എന്ന് പറഞ്ഞൊരു റോഡില്ല. അത് ഉള്ളത് നേരത്തെ നമുക്കൊരു പാലം അവിടെ വെച്ച് നേരത്തെ ഉള്ള അലൈൻമെൻറ്റ് സാധാരണ പാലത്തിന് വേണ്ടി, അത് പിന്നെ നാവിഗേഷൻ റൂട്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ മാറി ഈ ലാൻഡ് ഈ ഇറിഗേഷൻ്റെ കയ്യിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുമുള്ള സ്ഥലം തന്നെയാണ്. അതെ, ഒരു 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 പെർമിഷൻ സാങ്ഷൻ്റെ ആവശ്യം അതിനുള്ളൂ. അതിനുവേണ്ടി വേറെ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ലാൻഡ് എക്സ്ചേഞ്ച് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഓൺലി പെർമിഷൻ സാങ്ഷൻ. അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യം. ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് 2 കൊല്ലത്തിൽ ചെയ്യാതെ മനസ്സിലായി. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ അവിടെ ചെയ്യേണ്ട മറ്റു സൗകര്യങ്ങൾ, അംഗൻവാടി മാറ്റുന്ന കാര്യം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അനാവശ്യമല്ല, ഞാൻ പറയുന്നവിടെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അനാവശ്യമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അതിവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അനാവശ്യമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് പിന്നെ ഈ പാലത്തിൻ്റെ പണി ഇതോടൊപ്പം നടക്കണം. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. പ്ലാനറ്റോറിയത്തിൻ്റെ മറ്റു കാര്യങ്ങൾ വരണം. അപ്പോൾ ഈ മറ്റതൊക്കെ മന്ത്രി പറഞ്ഞു, ഇലക്ട്രിസിറ്റിയുടെ കാര്യം, വാട്ടർ റോഡിൻ്റെ കാര്യം, അതൊക്കെ അതിൻ്റെതായ ഇതിൻ്റെ ഈ സംരക്ഷണത്തിലുള്ള ഒന്നായിട്ടുള്ള വേലിയുടെ കാര്യം, അതിൻ്റെ വീടിൻ്റെ കാര്യം. അപ്പോൾ അന്ന് മിനിസ്റ്ററായ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മീറ്റിംഗ് കൂടിയപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മളോട് ഇരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MLA പറഞ്ഞതങ്ങനെ ഒരു കാര്യം അതിനിടയിൽ നടന്നു. അതല്ല ഞാൻ പറയുന്നത്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു 2 മാസം ഞാൻ ഡയറക്ടറെ കുറ്റം പറയാൻ പറഞ്ഞതല്ല. എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞതാണ്. എനിക്കതിൽ വലിയ സങ്കടമുണ്ട്. കാരണം ഞാൻ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. അതെങ്ങനെ നീണ്ടു പോകുന്നതിൽ വളരെയേറെ വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു അതൊക്കെ പറഞ്ഞു തീർക്കണം. ഞാനൊന്ന് പറഞ്ഞു തീർക്കണം. അല്ല, അത് പോവാം, അതിന് കുഴപ്പമില്ല. 5 മിനിറ്റ് അതിലൊന്ന് പറഞ്ഞു തീർക്കണം. പരിപാടി നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാനിവിടെ വന്ന് കഴിഞ്ഞ മീറ്റിങ്ങിന് ശേഷം ഇവിടെ വാട്ടർ കണക്ഷൻ ഉണ്ടായി, ഇലക്ട്രിസിറ്റി കണക്ഷനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അങ്ങനെ പല അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമാകാതെ കിടന്നിരുന്ന ഒരു പ്രോജക്റ്റ് അങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങൾ എടുത്ത് കുറേ പറയാം. അതുപോലെ ചാലക്കുടി കേന്ദ്രത്തിലൊക്കെ കഴിഞ്ഞ പ്രവൃത്തികളൊക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയും അവിടെ വിദ്യാർത്ഥികൾ ധാരാളമായിട്ട് വരികയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എനിക്ക് പോകാനുള്ള സാവകാശം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുള്ള ഒരു ലാഗിങ്, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. താമസിച്ചു പോകുന്നു. ഇന്ന് ചെയ്യേണ്ടത് മറ്റന്നാൾ ചെയ്യാന്ന് പറയുന്നതിന് പകരം ഇന്ന് തന്നെ ചെയ്താൽ അത്രയും ഗുണമാകുന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല.
മനസ്സിലായി. ഞാൻ മന്ത്രിയാകുമ്പോൾ സർക്കാരിട്ടെന്ന് പറഞ്ഞത് ഇത്രയും ഇതിനേക്കാളും നേരത്തെ പേരിട്ട കാര്യമാണ്. അതെ അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ മിനിസ്റ്റർ പറഞ്ഞത് 100% മുഖവിലേക്ക് എടുത്തുകൊണ്ട് മിനിസ്റ്റർ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ പ്ലാനറ്റോറി അടക്കമുള്ള സാധനങ്ങളുടെ അതിന് മന്ത്രിയുടെ ഭാഗത്ത് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാൻ. പരിപാടി